ഹായ്, ഞാൻ ശങ്കർ കൃഷ്ണൻ. നമ്മുടെ ഇന്നത്തെ ഗിയർ വണ്ട് എപ്പിസോഡിൽ നമ്മൾ ഫീച്ചർ ചെയ്യാൻ പോകുന്ന വെഹിക്കിൾ മെഴ്സിഡീസ് ബെൻസിൻ്റെ C43 എന്നുള്ള വെഹിക്കിളാണ്. C43 പറയുമ്പോൾ ഇറ്റ്സ് എ 3000cc എൻജിൻ. ഇറ്റ്സ് ഹാവിങ് 385 bhp. കമ്പനി ക്ലെയിം ചെയ്യുന്നത് 0 to 100 in 4.1 seconds ആണ്. ഇറ്റ്സ് എ ക്വൈറ്റ് ക്വിക്ക് കാർ. മെഴ്സിഡീസ് ബെൻസ് തന്നെ ഈ വെഹിക്കിളിനെ പറ്റി പറയുന്നത് ഇത് നിങ്ങൾക്ക് ഗരാജിൽ ഇടാനുള്ള ഒരു വെഹിക്കിളല്ല. ഇറ്റ്സ് എ എവറി ഡേ സൂപ്പർ കാർ എന്ന കമ്പനിയാണ് ഈ വെഹിക്കിളിനെ പറ്റി പറയുന്നത്. ഇറ്റ്സ് എ ക്വൈറ്റ് ഇംപ്രസീവ് വെഹിക്കിൾ. ഈ വെഹിക്കിളിനെ പറ്റി കൂടുതൽ സംസാരിക്കാൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ നമുക്ക് ആരോമലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഹായ് ആരോമൽ, ഹൗ ആർ യു? ഹായ്, ലോങ് ടൈം. സുഖമായിരിക്കണോ? സുഖം. അപ്പോൾ ആരോമൽ എൻ്റെ വളരെ പഴയ സുഹൃത്താണ്. കഥ പറയുകയാണെങ്കിൽ ഒരു 10-15 കൊല്ലം പിന്നിലേക്ക് പോകണം. ഹി വാസ് വിത്ത് വൺ ഓഫ് ദി പ്രസ്റ്റീജിയസ് ഗ്രൂപ്പ് ഗോസ്റ്റ് റൈഡേഴ്സ്. വാസ് നല്ല പുള്ളിപ്പുള്ള ഒരു മെമ്പറാണ്. ബൈക്ക് സ്റ്റണ്ടിങ് അത്യാവശ്യം എല്ലാ സർക്കസും പണ്ട് കാണിച്ചിട്ടുള്ള ആളാണ്. ഒറ്റ വീലാണ് കൂടുതൽ പുള്ളി ബൈക്കിൽ പോവാറ്. അപ്പോൾ ഗോസ്റ്റ് റൈഡേഴ്സിൻ്റെ പല എപ്പിസോഡ്സ് പണ്ട് ഞാൻ അയൺ ഹാർട്സിൽ ചെയ്യുമ്പോൾ ഹി വാസ് പ്രൈം മെമ്പർ നമുക്ക് പറയാം. അപ്പോൾ പുള്ളി ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അക്വിസിഷനാണ് C43 AMG. കൺഗ്രാറ്റ്സ് ഫോർ ദാറ്റ്, ഗുഡ് ചോയ്സ്. അപ്പോൾ നമുക്കൊരു ഡ്രൈവിന് പോയിട്ട് വെഹിക്കിളിൽ വി ക്യാൻ സേ മച്ച് ബെറ്റർ അബൌട്ട് ദ വെഹിക്കിൾ ആഫ്റ്റർ ദ ഡ്രൈവ്. ഡ്രൈവ് കഴിഞ്ഞിട്ട് തൃശ്ശൂരുള്ള കഫേ എഡിക്റ്റിലാണ് വന്നിരിക്കുന്നത്. എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള ഹാഷിറിൻ്റെയാണ് ഈ പ്രോപ്പർട്ടി. റീസെൻ്റ്ലി ഓപ്പൺ ചെയ്തില്ല, ഐ തിങ്ക് അറൗണ്ട് 1 month ആയിട്ടുള്ള ഓപ്പൺ ചെയ്തിട്ട്. ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ് പ്ലേസ്. അപ്പോൾ ഞാൻ ഈ സ്പേസ് സെലക്ട് ചെയ്യാൻ തന്നെ കാരണം എനിക്ക് ഇവിടുത്തെ ആംബിയൻസ് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്ക് വന്ന് കോഫി കഴിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ബാക്ക് ടു അവർ തിങ് ആരോമൽ. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്തു. ഇറ്റ് വാസ് എ ക്വൈറ്റ് ഇംപ്രസീവ് ഡ്രൈവ്. ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു സെലക്ടിങ് ഈ പെർട്ടിക്കുലർ AMG C43 വെഹിക്കിൾ, ഇറ്റ്സ് എ ഗുഡ് സെലക്ഷൻ ആക്ച്വലി. താങ്ക് യു. അപ്പോൾ ഏതൊക്കെ വെഹിക്കിളാണ് ആരോമലിന്റെ മനസ്സിലുണ്ടായിരുന്നത് ഈ വെഹിക്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ? ഞാൻ M2 ആണ് എസ്പെഷ്യലി നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഈ വണ്ടി ആക്ച്വലി ഉണ്ട് M2. അപ്പോൾ പിന്നെ ഇത് എൻ്റെ ഒരു മനസ്സിൽ പണ്ടേ ഉണ്ടായിരുന്ന ഒരു വെഹിക്കിളാണ്. പിന്നെ എനിക്ക് ഈ ഷേപ്പ് കൂപ്പേ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് റെയർ ആണ് ഈ വണ്ടി. അതെ, ഒരുപാട് റെയർ ആയിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് എൻ്റെ ഇരിക്കുമ്പോൾ കുറച്ച് റെയർ ആയിട്ടുള്ള എന്തെങ്കിലും വേണമെന്നൊരു തോന്നല്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ആരോമൽ എനിക്കൊരു 10-15 കൊല്ലമായിട്ട് അറിയാം. പുള്ളി ഒരു ഗോസ്റ്റ് റൈഡേഴ്സ് എന്നുള്ള ടീമിലെ മെമ്പറായിരുന്നു. ഇപ്പോഴും അദ്ദേഹം മെമ്പറാണ്. സ്റ്റണ്ടിങ് അതുപോലെ. ഇപ്പോൾ ആരോമൽ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഒരു പ്രോപ്പർ എന്തൂസിയസ്റ്റ് ആണ്. ഇപ്പോൾ എൻ്റെ എപ്പിസോഡ്സിൽ എല്ലാവരും നോക്കുമ്പോൾ എല്ലാവർക്കും അറിയാം ഞാൻ കൂടുതലായിട്ട് വെഹിക്കിൾ എന്തൂസിയാസ്റ്റിനെ ഫോക്കസ് ആണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു വെഹിക്കിൾ ഓണർ റിവ്യൂ അല്ല എടുക്കുന്നത്. എന്തൂസിയാസ്റ്റ് ആയിരിക്കണം, എന്നാലാണ് എനിക്ക് ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് കറക്റ്റ് ആൻസറും എൻ്റെ വ്യൂവേഴ്സിന് ഇഷ്ടമാവുന്ന ആൻസറും കിട്ടുന്നത്. അപ്പോൾ ആരോമലിന് ഇപ്പോൾ ഈ AMG C43 വെഹിക്കിളിൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയാണ്? എത്ര വെഹിക്കിൾ അത്യാവശ്യം മേടിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ. അതെ, 1 week ആയിട്ട്. പക്ഷേ എത്ര അത്യാവശ്യം ഡ്രൈവിന് പോയിരുന്നോ? ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പം ട്രിവാൻഡ്രം വരെ ഞാൻ ഡ്രൈവ് ചെയ്തു. ബാംഗ്ലൂർ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ ഹൗ വാസ് ദ എക്സ്പീരിയൻസ് ഇൻ ദ ഹൈവേ? ഹൈവേയിൽ അടിപൊളിയാണ്. കോർണറിംഗ് ആണ് എനിക്ക് എസ്പെഷ്യലി ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ലൈക്ക് നമ്മൾ ഹൈ സ്പീഡിലാണെങ്കിലും ബ്രേക്ക് ഞാൻ പരമാവധി കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. പാഡിൽസ് ഇട്ടാണ് കൂടുതൽ എൻജോയ് ചെയ്യുന്നത് അല്ലേ? ഡൗൺ ചെയ്താൽ നമുക്ക് വണ്ടി പ്രോപ്പറായിട്ട് നമ്മുടെ ഹാൻഡ്ലിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, ആരോമൽ യൂസ് ചെയ്യുന്ന മറ്റു വെഹിക്കിൾ ഏതാ? മിനി കൂപ്പർ. I know both are different stories. Mini Cooperും C43 എക്സ്ട്രീംലി ഡിഫറെന്റ്. നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റില്ല. അപ്പോൾ എന്താണ് എല്ലാവർക്കും മിനി കൂപ്പറിനോട് ഒരുപാട് ഹാൻഡ്ലിംഗ് അഗ്രസീവ് ആയിട്ടുള്ള വെഹിക്കിൾ എന്നാണ് എല്ലാവരും പറയുന്നത്, വിച്ച് ഈസ് ക്വൈറ്റ് ട്രൂ. പക്ഷേ വെൻ യു കമ്പയർ, നമുക്ക് നേരത്തെ പോലെ കമ്പാരിസൺ ഇല്ല ഈ രണ്ട് വെഹിക്കിളും തമ്മിൽ. പക്ഷെ ഒരു പവർ ഡെലിവറി അല്ലെങ്കിൽ ഹാൻഡ്ലിംഗ് പാർട്ട് വെച്ച് നോക്കുമ്പോൾ AMG is much better. It should be better. AMG ആയിരിക്കും better. പക്ഷേ just I wanted to clear the thing because നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും മിനി കൂപ്പർ എന്ന് പറയുമ്പോൾ ഒരുപാട് ഇറ്റ്സ് എ ക്വൈറ്റ് ക്യൂട്ട് കാർ.
ക്യൂട്ട് ലിറ്റിൽ കാർ ഞാൻ പറയും. പക്ഷേ ദിസ് ഇസ് എ ക്വൈറ്റ് ബിഗ് മെഷീൻ എന്ന് വെച്ചാൽ 3000cc എഞ്ചിൻ, V6, 385 bhp, 0 to 100 is done in 4.1 seconds. ഞാൻ സാധാരണ എൻ്റെ എപ്പിസോഡിൽ ഇങ്ങനത്തെ ഫിഗേഴ്സ് പൊതുവെ പറയാറില്ല, പക്ഷെ നമ്മൾ ആ മിനി കൂപ്പറിൻ്റെ ഒരു എക്സാമ്പിൾ വന്ന കാരണം മാത്രമാണ് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തെടുത്തത്. വെഹിക്കിള് ഇപ്പോൾ അത്യാവശ്യം ഹോംവർക്ക് നടത്തിയിട്ട് എടുത്തത് പറഞ്ഞു, M2 ആയിരുന്നു ലിസ്റ്റിലുണ്ടായത്. ഈ ഒരു വെഹിക്കിൾ സെലക്ട് ചെയ്യുമ്പോൾ വേറെ എന്തൊക്കെയാണ്, ഐ മീൻ ഡിഡ് യു ഹാവ് എനി പ്ലാൻസ് ഫോർ അപ്ഡേഷൻസ്? എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ, അല്ലെങ്കിൽ അപ്ഡേഷൻസ് പ്ലാൻ ഉണ്ടോ എന്ന് വെച്ചാൽ ഇതിപ്പോൾ കംപ്ലീറ്റ് സ്റ്റോക്ക് കണ്ടീഷനിലാണ് ഈ വെഹിക്കിൾ ഉള്ളത്. എക്സോസ്റ്റിന്റെ കാര്യം എടുത്ത് പറഞ്ഞു, സസ്പെൻഷൻ എനിത്തിങ് ലൈക്ക് ദാറ്റ്? ഇല്ല, വീൽസ് ഒന്ന് ചേഞ്ച് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ എക്സോസ്റ്റ് ഞാനിപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. പൊതുവെ ഡ്രൈവേഴ്സിന് പോകാറുണ്ടോ? കൂപ്പറിലായാലും മറ്റു വെഹിക്കിൾസിലും? എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, പൊതുവെ തൃശ്ശൂർ ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ട്. അപ്പോൾ നമ്മൾ മോർണിംഗ് റൈഡ് എല്ലാം യൂഷ്വലി പോകുന്നതാണ്. ഓക്കെ. ഫ്രണ്ട്സ് ഗ്യാങ് ആയിട്ട് പറയുകയാണെങ്കിൽ ആൾക്ക് തൃശ്ശൂർ പോലെ തിരുവനന്തപുരം പോലെ ഫ്രണ്ട്സ് ഗ്യാങ്ങുകളാണ്. എനിക്ക് പറഞ്ഞ പോലെ ആളുടെ ഗോസ്റ്റ് റൈഡേഴ്സ് മുതൽ പിന്നെ ഹീസ് ബേസിക്കലി ഹോട്ടല് ബാർ ചെയിനാണ് പുള്ളിക്ക്. അപ്പോൾ ഒരുപാട് ട്രാവലിംഗ് വരും. അതെ, എനിക്ക് ട്രിവാൻഡ്രത്തും തൃശ്ശൂരും കൊച്ചിയിലും ഹോട്ടൽസ് ഉണ്ട്. അപ്പം ബേസിക്കലി ട്രാവലിംഗ് ഞാൻ തന്നെയാണ്, ഇപ്പോൾ ഡ്രൈവറെ വെക്കാറില്ല, ഞാൻ തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡ്രൈവിംഗ് കംഫർട്ടും ഇതും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇപ്പം ഞാൻ എടുത്ത വെഹിക്കിൾ അത്യാവശ്യം അടിപൊളിയാണ്. തീർച്ചയായും അടിപൊളിയാണ്. എന്നുവെച്ചാൽ നമ്മുടെ ഈ എപ്പിസോഡിനകത്ത് പല എപ്പിസോഡ്സിൽ വന്നിട്ടുള്ള എല്ലാവരും പറയാൻ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഡ്രൈവിംഗ് എന്തൂസിയസ്റ്റ് ആണ്. എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ചിലർക്ക് ഡ്രൈവ് ചെയ്യാൻ ടൈമില്ല, ചിലവരുടെ ജോബിന്റെ ഭാഗമായിട്ടാണ് ഡ്രൈവിംഗ്. അപ്പോൾ അതുപോലത്തെ ഒരു ഇതാണ് ആരോപണം പറഞ്ഞത്. ട്രാവലിംഗ് ഒരുപാടുള്ള കാരണം യു ക്യാൻ എൻജോയ് ദ ഡ്രൈവ് മച്ച് ബെറ്റർ. ഇല്ല, ഇപ്പോൾ ബിസിനസ്സിലാണെങ്കിൽ എനിക്ക് കുറച്ച് സ്ട്രെസ് വരുമ്പോൾ ഞാൻ ഓപ്റ്റ് ചെയ്യുന്ന ഒരു മെയിൻ കാര്യം ഡ്രൈവിംഗ് ആണ്. ഓക്കെ. അപ്പോൾ അത് ഒരു ഡ്രൈവ് കഴിഞ്ഞ് വരുമ്പോൾ ലൈക്ക് ഐ വിൽ ബി ഭയങ്കര റിലീഫാണ്. എന്താണ് വിച്ച് ഇസ് യുവർ ഫേവറേറ്റ് റൂട്ട്? ബേസിക്കലി ഇപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഏത് റൂട്ടാണ് കൂടുതൽ ഡ്രൈവിംഗ് എന്തൂസിയാസം പുറത്തേക്ക് കിട്ടാൻ? പലരും പറഞ്ഞ മൂന്നാർ ഗ്യാപ്പ് റോഡ്, വയനാട് ചുരം എന്ന് വെച്ചാൽ ചിലർക്ക് സ്ട്രെച്ച് ഇഷ്ടമാണ്, ചിലർക്ക് വൈൻഡിങ് റോഡ്സ് ഇഷ്ടമാണ്, ചിലർക്ക് കേരളത്തിൽ പുറത്താണെങ്കിൽ മൂന്നാർ, കൊടൈക്കനാൽ, സീനിക് ആയിട്ടുള്ള റോഡ്. വാട്ട് ഈസ് യുവർ കൈൻഡ് ഓഫ് പ്ലേസ്? മൂന്നാർ അടിപൊളിയാണ്. പിന്നെ എനിക്ക് തൃശ്ശൂർ കൊച്ചി ഹൈവേ, ഞാൻ പൊതുവേ എനിക്ക് കൊച്ചിയിൽ ഹോട്ടൽസ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻ ആ ഒരു ഹൈവേ ആണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാൻ. ഞാൻ കൂടുതൽ ഡ്രൈവ് ചെയ്തിട്ടുള്ളതും ആ ഹൈവേ ആണ്. ഓക്കെ. അപ്പോൾ ആരോട് എനിക്ക് വേറെ ചോദിക്കാനുള്ളത്, ഇപ്പോൾ യു ഹാവ് ടേക്കൺ എ വണ്ടർഫുൾ മെഷീൻ എന്ന് വെച്ചാൽ ഇതിൻ്റെ തന്നെ വേറൊരു വേരിയന്റ് C63 ഉണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ പറയുന്നത് 2012 ഞാൻ പണ്ട് ഏഷ്യാനെറ്റ് പ്രോഗ്രാം ചെയ്യുമ്പോൾ അന്ന് ഞാൻ ആ വെഹിക്കിൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എന്ന് വെച്ചാൽ നമുക്കത് കയ്യിൽ നിൽക്കാത്തൊരു വണ്ടിയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇറ്റ്സ് ക്വൈറ്റ് ബ്രൂട്ടൽ. എക്സാക്ട്ലി, യു ടോൾഡ് ദ റൈറ്റ് വേർഡ്. ഇറ്റ്സ് ക്വൈറ്റ് ബ്രൂട്ടൽ. പക്ഷെ അങ്ങനത്തെ ഒരു വെഹിക്കിൾ വെച്ചിട്ട് നമ്മൾ ഇതിപ്പോൾ ഡ്രൈവ് ചെയ്ത് നോക്കുമ്പോൾ വെച്ചാൽ ഇതൊന്നും കൂടി എനിക്കൊരു ഹാൻഡി ആയിട്ട് തോന്നി. മറ്റേന്ന് പറഞ്ഞാൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ ഒരുപാട് ബ്രൂട്ടലും ഒരുപാട് പവറും ഒരുപാട് ടോർക്കും ഉള്ള ഒരു വെഹിക്കിളായിരുന്നു അത്. പക്ഷെ ദിസ് ഈസ് ക്വൈറ്റ് ഇറ്റ്സ് ക്വൈറ്റ് ക്യൂട്ട്. ആ C സീരീസിന് സെഗ്മെന്റ് വരുന്ന കാരണം കുറച്ചുകൂടി ക്യൂട്ടായിട്ടുള്ള വെഹിക്കിളാണ്. പിന്നെ പറഞ്ഞ പവർ ഡെലിവറി എല്ലാം, ഇന്റീരിയേഴ്സിന്റെ പാട്ട് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ഒരു ലക്ഷറി ടെക് പവർ ട്രെയിൻ എല്ലാം കൂടിയിട്ടൊരു പെർഫെക്റ്റ് ബ്ലെൻഡാണ് ഈ വെഹിക്കിൾ അല്ലേ. അതാണ് എനിക്ക് ഈ വെഹിക്കിളെ പറ്റിയിട്ട് കൂടുതൽ തോന്നിയത്. പിന്നെ AMG ഓഫ് കോഴ്സ് അവരൊരു പെർഫോമൻസ് സെഗ്മെന്റ് ആയ കാരണം ദ കമ്പനി ഈസ് ഡൂയിങ് ഒരുപാട് മോഡിഫിക്കേഷൻസ് ഇൻ ദ പവർ അല്ലെങ്കിൽ വെയിറ്റ് റിഡക്ഷൻ എല്ലാം കൂടി ചെയ്തിട്ട് each upgrade they do to the AMG is becoming a better version of the old AMG. അങ്ങനെ വേണം നമുക്ക് പറയാം. ഫ്യൂച്ചറിൽ ഒരു കാർ വാങ്ങണമെങ്കിൽ അടുത്ത ഇത് വാങ്ങാനാണ് പ്ലാൻ? ഞാനിപ്പോൾ നിലവിൽ പ്രത്യേകിച്ച് എനിക്ക് പ്ലാൻ ഇല്ല. എന്തെല്ലാം അപ്ഗ്രേഡ് ചെയ്യും, ഇല്ല എന്നല്ല. പക്ഷേ ഇപ്പം നിലവിലൊരു എനിക്ക് ലൈക്ക് മൈ ഡ്രീം ഈസ് ഐ വോണ്ട് ടു ബൈ എ ലാംബോ. ഇറ്റ്സ് മൈ ഡ്രീം കാർ. അപ്പോൾ യൂഷ്വലി എല്ലാ യങ്സ്റ്റേഴ്സിൻ്റെയും ഒരു ഓക്കെ. ലാംബോ വി ഹാവ് ഡൺ ക്വൈറ്റ് ഫ്യൂ എപ്പിസോഡ്സ് വിത്ത് ലാംബോ കണ്ടിട്ടുണ്ടായിരിക്കും. നിർമ്മൽ, നിലൂഫർ, ജോണാലൊക്കെ. ലാംബോ ഈ പറഞ്ഞ പോലെ ഒരു പ്രോപ്പർ സ്പോർട്സ് കാർ. ദാറ്റ്സ് നോട്ട് ഫോർ എ എവറിഡേ സ്പോർട്സ് കാർ. പക്ഷെ അവിടെയും ഡോക്ടർ നിർമ്മൽ ഹീസ് എൻ എക്സെപ്ഷൻ ഇൻ ദാറ്റ്. പുള്ളി ഡെയിലി എടുത്ത് ലാംബോ എടുത്ത് പോകുന്ന ഒരാളാണ്. അങ്ങനത്തെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ദാറ്റ്സ് വാട്ട് ഐ വാസ് ട്രൈങ് ടു സേ. അപ്പോൾ ലാംബോ is your dream car. I mean your next upgrade basically. Not next upgrade. Anyway, one day. I mean upgrade ഉണ്ടെങ്കിൽ next hopefully it will be Lambo. Arovalil ഒരു 1000 S1000 RR M Sport version ഉണ്ട്. How happy are with you that particular bike? I'm really very happy. Really happy. Yeah. ഞാൻ ചോദിക്കാൻ പോകുന്നത് വളരെ ബൈക്ക് അല്ലെങ്കിൽ കാർ എന്തൂസിസ്റ്റ് ഇല്ലാത്ത ഒരാൾക്ക് തോന്നും ഇത് എന്ത് ക്വസ്റ്റ്യൻ ആണെന്നുള്ളത്. പക്ഷെ ഞാൻ ചോദിക്കാൻ കാരണം ഒരു കാർ എന്തൂസിസ്റ്റും ബൈക്ക് എന്തൂസിസ്റ്റും മാച്ച് ചെയ്യാൻ പറ്റും. ഐ വാസ് കംപ്ലീറ്റ്ലി ഇൻ ടു ബൈക്കിംഗ്, അറിയാലോ. അപ്പോൾ ആ ഒരു ബൈക്ക് കാർ കണക്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വാട്ട് യു തിങ്ക്? ഓഫ് കോഴ്സ് ബൈക്ക് ഈ പറഞ്ഞ പോലെ നമ്മളൊന്നുകൂടിയും ഓപ്പൺ ആണ്, വിൻഡ് ആയിട്ട് വി ആർ ഗെറ്റിംഗ് മച്ച് മോർ കണക്റ്റഡ്. കാറിൽ നമ്മൾ ഓക്കെ ഇറ്റ്സ് കൈൻഡ് ഓഫ് കേജ് കൈൻഡ് ഓഫ് തിങ്.
പക്ഷേ ആക്സിലേഷൻ ഞാൻ ആ പോയിന്റാണ് എംഫസൈസ് ചോദിക്കുന്നത്. രണ്ടും ക്വിക്കാണ്. അതെ. ബട്ട് ഹൗ ഡു യു ഡിഫറൻഷിയേറ്റ് ദാറ്റ് തിങ്? എന്താണ് തോന്നിയിട്ടുള്ളത് ബൈക്ക് S1000R ഓടിക്കുമ്പോഴും C40 ഓടിക്കുമ്പോഴും? എനിക്ക് ബൈക്കാണ് കുറച്ചും കൂടെ ലൈക്ക് നമുക്ക് ഇപ്പം ശങ്കരേട്ടൻ പറഞ്ഞ പോലെ ലൈക്ക് ആ ഒരു ഫീൽ നമുക്ക് പ്രോപ്പർ അറിയണമെങ്കിൽ വി ഹാവ് ടു, അതായത് വൺസ് നമ്മൾ ഡ്രൈവ് ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഇപ്പോൾ സൂപ്പർ ഞാനത് ആക്ച്വലി പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമില്ല ശങ്കരേട്ടൻ. തീർച്ചയായും. എന്താ വെച്ചാൽ ഞാൻ ആരോപിലെടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ കാരണം, ഞാൻ വേറൊരു സൂപ്പർ കാർ ആണോ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചില്ല. ആരോട് ചോദിക്കാൻ കാരണം യു വർ ഇൻ ടു കംപ്ലീറ്റ്ലി സ്റ്റണ്ടിങ്. ഞാൻ നിങ്ങളെ കാണുമ്പോൾ 2010-12 ക്യാപ്റ്റൻ നിങ്ങൾ പണ്ട് പരിചയപ്പെട്ടിരിക്കുന്നത് ഉള്ളപ്പോൾ നിങ്ങൾ ഒരു വീലിൽ ഓടിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. മുമ്പിലത്തെ വീലിലേക്ക് ആവശ്യം എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു യു ആർ എ കംപ്ലീറ്റ്ലി ബൈക്ക് എന്തൂസിയസ്റ്റ് ആസ് വെൽ. പൊതുവേ ബൈക്കേഴ്സിന് ദേ കീപ് ഓൺ അപ്ഗ്രേഡിംഗ് ദ ബൈക്സ് ആൻഡ് ദേ ജസ്റ്റ് എൻഡ് അപ്പ് വിത്ത് സം അതർ ബൈക്ക്. ബട്ട് ബൈക്കും കാറും മെയിൻറ്റെയിൻ ചെയ്ത് തരാം ക്വൈറ്റ് ഫ്യൂ പീപ്പിൾ ഡൂയിങ് ദാറ്റ്. പക്ഷേ ആ ഒരു യുനോ ബോത്ത് തമ്മിലൊരു പേസ് അറിയാൻ വേണ്ടിയിട്ട് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ചോദിക്കാൻ തന്നെ കാരണം. Araval, you have a very good vehicle. Okay, so what will be the craziest thing you will do with this car? Maybe drifting without no doubt. Already drifting interested ആണ്. അതെ. Have you done any trials? Yeah. Tries and how was it? ഈ particular vehicle tries. അതെ. ഒരാഴ്ചകളൊക്കെ ഒപ്പിച്ചു. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ റീസെന്റ് ലാസ്റ്റ് വീക്കെൻഡ് ദർ വാസ് എ ട്രാക്ക് ഡേ ഇൻ ചെന്നൈ. ചെന്നൈയിൽ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അങ്ങനത്തെ ഒരു ട്രാക്ക് ഡേയോട് ഇൻട്രസ്റ്റ് ഉണ്ടോ? ഓർ ആർ യു ജസ്റ്റ് കംപ്ലീറ്റ്ലി ഇൻടു എ റോഡ് ഗൈ? ഹാവ് യു ഗോൺ ഫോർ എനിത്തിങ്? നോ നോട്ട് എറ്റ്. പക്ഷേ ഞാൻ മെയിൻലി പ്രിഫർ ചെയ്യുക ട്രാക്കാണ്. ലൈക്ക് ബിക്കോസ് ഇറ്റ്സ് ഭയങ്കര സേഫാണ്. ഇപ്പോൾ റോഡ് വെച്ച് നമുക്ക് റോഡിൽ ഇപ്പോൾ അറിയാമല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പം ഞാൻ എപ്പോഴും ട്രാക്ക് തന്നെ ആയിരിക്കും. So you do have plans for track day with this particular vehicle? Yeah. Good. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് ചെന്നൈയിൽ ഒരു ട്രാക്ക് ഡേ ഉണ്ടായിരുന്നു. ലോട്ട് ഓഫ് പീപ്പിൾ ഫ്രം ഹിയർ അറ്റൻഡഡ് ദ പെർട്ടിക്കുലർ ട്രാക്ക് ഡേ. ശരിക്കും ഒരു ട്രാക്ക് ഡേ അനദർ ഗ്ലാമർ തിങ് ഓഫ് ദ സൂപ്പർ കാർസ്. ഒരുപാട് ഫ്ലാഷ് ആയിട്ടുള്ള കാർസ്, ഒരുപാട് ഓണേഴ്സിന് അവരുടെ വെഹിക്കിളിൻ്റെ ലിമിറ്റ് പുഷ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എപ്പോഴും ട്രാക്കാണ്. നമ്മൾ ഈ റോട്ടിലിട്ടിട്ട് ഒരുപാട് ആൾക്കാർ ഈ പറഞ്ഞ പോലെ ഉള്ള റോട്ടിൽ നമ്മൾ ഈ സ്പീഡ് ലിമിറ്റ് ചെക്ക് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് ക്വൈറ്റ് എ ബാഡ് തിങ്. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ കൂപ്പേ വേരിയൻ്റ് പ്രിഫർ ചെയ്തെടുത്താണോ ഓർ വൈൽ യു വാസ് സെർച്ചിങ് വന്ന് പെട്ടതാണോ? അല്ലല്ല, ഞാൻ പ്രിഫർ ചെയ്ത്. എനിക്ക് കൂപ്പേ ഡിസൈൻ കുറച്ച് പണ്ടേ എനിക്ക് കുറച്ച് ക്രൈസ് ഉള്ള കൂട്ടത്തില്ല. കൂപ്പേ ഓർ കൺവേർട്ടബിൾ വെച്ചാൽ വാട്ട് വിൽ ബി യുവർ ആൻസർ? അത് ഇറ്റ്സ് കൺവേർട്ടബിൾ. അത് വേറെ രണ്ട് സെഗ്മെന്റ് ആണ്. ഇപ്പോൾ നമുക്കൊരു ഡ്രൈവ് എൻജോയ് ചെയ്ത് ഇപ്പോൾ ലോങ് ഡ്രൈവ് ഇപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കൺവേർട്ടബിൾ കുറച്ചും കൂടെ. ഞാൻ ഈ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വേരിയന്റിനകത്ത് തന്നെ കൂപ്പേ, കംഫർട്ടബിൾ, സെഡാൻ ഈ 3 ഓപ്ഷനിലാണ് C43 ഇറക്കിയിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരുപാട് റെയർ ആയിട്ടുള്ളത് കൂപ്പയാണ്. ടൂഡോ വേർഷൻ ഓഫ് ദിസ് വെഹിക്കിൾ ഇസ് ക്വൈറ്റ് വെരി ഫ്യൂ ഇൻ നമ്പേഴ്സ്. ദ ഫോഡോ തിങ് സെഡാൻ ആയിട്ടുള്ള ഓപ്ഷൻ ഒരുപാട് വെഹിക്കിൾസ് വരുന്നുണ്ടെങ്കിലും കൂപ്പേ ഈസ് മേക്കിംഗ് ദിസ് മച്ച് മോർ അട്രാക്റ്റീവ്. എനിക്ക് അതുപോലെ ഒന്നുകൂടിയും ആ ഒരു എസ്തെറ്റിക് നോക്കുകയാണെങ്കിൽ, വെഹിക്കിൾ ലുക്ക് നോക്കുകയാണെങ്കിൽ ഒന്നുകൂടിയും ഒരു ബെറ്റർ ലുക്കിംഗ് ഡിസൈൻ ആയിട്ടാണ് കൂപ്പയ്ക്ക് കമ്പനി കൊടുത്തിരിക്കുന്നത്. സോ ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ വെഹിക്കിൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിലും ട്രാവൽ ചെയ്യുകയാണെങ്കിലും ആ ഒരു C ക്ലാസ്സുള്ള വെഹിക്കിളിൻ്റെ കംഫർട്ട് ലെവലിലാണ് വെഹിക്കിൾ ഇപ്പോൾ നിൽക്കുന്നത്. ഒരുപാട് കംഫർട്ടിൽ കോംപ്രമൈസ് ചെയ്യും. പൊതുവേ ഈ സ്പോർട്സ് കാർ എന്ന് പറയുമ്പോൾ ഒരുപാട് കംഫർട്ട് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ മെർസിഡീസ് വെഹിക്കിൾ അത് ചെയ്തിരിക്കണം എന്താ വെച്ചാൽ ആ ഒരു കംഫർട്ടിനും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. സ്പോർട്സ് മോഡ് പേർപ്പസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ക്വൈറ്റ് അഗ്രസീവ് ആസ് വെൽ. C43, as I mentioned earlier, it's a 3000cc twin turbo vehicle. Okay, 385 bhp power പ്രൊഡ്യൂസ് ചെയ്തൊരു വെഹിക്കിളിൻ്റെ പെർഫോമൻസ് യു ക്യാൻ ജസ്റ്റ് തിങ്ക് ആ ഒരു സെയിം ഫീലാണ് നമുക്ക്. പക്ഷേ ഈ പറഞ്ഞ പോലെ പൊതുവേ ജാപ്പനീസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ജർമ്മൻസിന് എപ്പോഴും നമുക്ക് ഒന്നുകൂടി ഒരു കോൺഫിഡൻസ് തരുന്നൊരു ഫീൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. When you step into a Japanese performance car and when you step into a German performance car, the feel is quite different. Let it be a passenger, let it be a driver. രണ്ടുപേരും കൊട്ടുന്ന ഫീൽ ഒരുപാട് ഡിഫറെൻ്റ് ആണ്. അതുപോലെ കുറച്ച് അപ്ഗ്രേഡേഷൻസ് പ്ലാൻ ചെയ്യുന്നു പറഞ്ഞു. വീൽസ് മാറുന്നുണ്ട്. ഓക്കെ, സോ അതെല്ലാം മാറിയിട്ട് വീൽസും പിന്നെ സസ്പെൻഷൻ മോട്ടോ യു പ്ലാൻ ടു ഡു എന്നോട് നെക്സ്റ്റ് ടൈം വിളിക്കുമ്പോൾ ഒന്ന് പറയണം. നമ്മളിപ്പോൾ ഈ ഡ്രൈവിന് പോയപ്പോഴും ആരോമലിൻ്റെ ഡ്രൈവിംഗ് സ്കില്ലിനെ പറ്റി എനിക്ക് മുൻപേ അറിയാം. ബട്ട് ദാറ്റ് വാസ് ഇൻ എ ബൈക്ക്. ഡ്രൈവിംഗ് എന്ന് പറയാൻ പറ്റില്ല, സ്റ്റണ്ടിങ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ആരോമൽ മര്യാദയ്ക്ക് ഓടിച്ചപ്പോൾ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇൻ ദിസ് കാർ ഹി വാസ് ക്വൈറ്റ് അണ്ടർ കൺട്രോൾ. നമ്മൾ തൃശ്ശൂർ പാലക്കാട് ഹൈവേയിൽ നമ്മൾ ഷൂട്ട്സ് എല്ലാം ചെയ്തിരുന്നത്. വെഹിക്കിൾസ് അണ്ടർ കൺട്രോൾ. നമ്മൾ ഈ ഏർലി മോർണിംഗ് ഷൂട്ട്സ് ആയാലും അധികം വെഹിക്കിൾസ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊന്നുകൂടി വി ക്യാൻ എക്സ്പ്ലോർ ഇൻ എ ബെറ്റർ വേ.
അപ്പോൾ കൺഗ്രാറ്റ്സ് എനിക്ക്. അപ്പോൾ എനിവേ ഞാൻ 2012 ശങ്കരേട്ടനെ ഞാൻ അവസാനമായിട്ട് നമ്മൾ മീറ്റ് ചെയ്യുന്ന അപ്പോഴാണ്. ആൻഡ് യു ആർ ബാക്ക് ഓൺ ട്രാക്ക്. വെരി ഹാപ്പി ടു സീ ദാറ്റ്. Thank you for that. നമുക്ക് ഇനി ഉണ്ടാവും. നമുക്ക് we are planning for few events and all. You will be a part of that. Sure. Okay, you should come for us. Thank you.